നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആരും അധികം കണ്ടിട്ടില്ലാത്ത നടന്മാരുടെ ചില റയർ ക്രോസോവറുകളെ പറ്റിയ ലിസ്റ്റിലായിട്ടേത് നമ്മുടെ രജനീകാന്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രജനീകാന്തും മമ്മൂക്കയും തളപതി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. രജനീകാന്തും ലാലേട്ടൻ ഒരുമിച്ച് അഭിനയിച്ച ജയിലറും നമ്മൾ കണ്ടത്. എന്നാൽ ചില റയർ കോമ്പോസും നിങ്ങൾ ആരും ചിന്തിക്കാത്ത ക്രോസോവർ രജനീകാന്തും ഋതിക് റോഷനും ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയാണ് 86-ൽ പുറത്തിറങ്ങിയ ഭഗവാൻ ദാദ എന്ന സിനിമ. ഋതിക് റോഷൻ ആദ്യമായി അഭിനയിച്ച സിനിമയാണ്. ഋതിക് റോഷന്റെ അച്ഛനായ നടനും ഡയറക്ടറുമായ രാകേഷ് റോഷനും ഈ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടറായിരുന്നു. ഇതൊരു ബോളിവുഡ് സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ഋതിക് റോഷന്റെ അപ്പൂപ്പനായ ഓം ജെ പ്രകാശാണ്. മെയിൻ ക്യാരക്ടേഴ്സിൽ ഋതിക് റോഷന്റെ അച്ഛനായ രാകേഷ് റോഷനുമുണ്ട്. സിനിമയ്ക്ക് മ്യൂസിക് നൽകിയത് ഋതിക് റോഷന്റെ ഇളയച്ചനായ രാജേഷ് റോഷൻ. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ കൃഷ് സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഋതിക് റോഷന്റെ അച്ഛൻ തന്നെയായിരുന്നു രാജേഷ് റോഷൻ. മ്യൂസിക് നൽകിയത് രാജേഷ് റോഷൻ. മാത്രവുമല്ല, തുടക്കത്തിലെ ചില സീനുകളിൽ ഋതിക് റോഷന്റെ ക്യാരക്ടറിന്റെ അച്ഛനായി അഭിനയിച്ചത് രാജേഷ് റോഷൻ തന്നെയായിരുന്നു. ഭഗവാൻ ദാദ എന്ന സിനിമയിൽ ഗോവിന്ദ ദാദ എന്ന ക്യാരക്ടറായിട്ടാണ് ഋതിക് റോഷൻ വന്നത്. ഈ ഒരു സിനിമയിൽ ഋതിക് റോഷന് ഫൈറ്റ് സീനുണ്ട്. അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ ഋതിക് റോഷൻ പറഞ്ഞു, ആ ഒരു സിനിമ എടുക്കുമ്പോൾ താൻ പലതവണ തെറ്റിച്ചിരുന്നുവെന്ന്. അപ്പൂപ്പൻ കട്ട് എന്ന് പറഞ്ഞ് സീൻ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ രജനീകാന്ത് സോറി, തന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കുമായിരുന്നുവെന്നും ഋതിക് റോഷന് ഫുൾ സപ്പോർട്ട് നൽകിയിരുന്നുവെന്നുമാണ് ഋതിക് റോഷൻ പറയുന്നത്. Sorry, my fault. But it was my fault. But every single time I made a mistake, Rajni sir took the blame. രജനീകാന്തിനെ പോലെയുള്ള ഒരു ലെജൻഡിനോടൊപ്പം ഒരുമിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമായി കരുതുന്നുവെന്നും ഋതിക് റോഷൻ പറയും. അടുത്തതാണ് രജനീകാന്തും അമിതാഭ് ബച്ചനും. രജനീകാന്തും നോർത്തിലെ തന്നെ മറ്റൊരു സൂപ്പർ സ്റ്റാറായ നമ്മുടെ അമിതാഭ് ബച്ചനും. അങ്ങനെ രണ്ട് സൂപ്പർ സ്റ്റാറും ഒന്നിച്ച് നിലവിൽ വേട്ടയാൻ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് 85-ൽ പുറത്തിറങ്ങിയ ജരാഫ്താർ എന്ന സിനിമയിൽ ഇവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അടുത്തതാണ് രജനീകാന്തും നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ജയന്റെയും സിനിമ. രജനീകാന്ത് രണ്ട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടും പഴയ സിനിമയാണ്. പുതിയ സിനിമയിൽ നമുക്കറിയാം രജനീകാന്തിനെ കൊണ്ടുവരാൻ കഴിയും. കാരണം രജനീകാന്തിന്റെ സാലറി നമ്മുടെ ബിഗ് ബഡ്ജറ്റ് മലയാള സിനിമയോട് അത്രയും വരും. 1979 അലാവുദ്ദീനും അത്ഭുതവിളക്കുമെന്ന് ഒരു ഫാന്റസി സിനിമ പുറത്തിറങ്ങി. മലയാളത്തിലെ തന്നെ ആദ്യത്തെ ഫാന്റസി സിനിമയായിരുന്നു. അലാവുദ്ദീൻ ക്യാരക്ടറായി അഭിനയിച്ചത് കമൽഹാസനായിരുന്നു. നമുക്കറിയാം ആദ്യകാലങ്ങളിൽ കമൽഹാസൻ മലയാള സിനിമയിലായിരുന്നു. ഈ ഒരു സിനിമയിൽ കമറുദ്ദീൻ എന്നൊരു വില്ലൻ ക്യാരക്ടറായിരുന്നു രജനീകാന്ത് ചെയ്തത്. മറ്റൊരു സിനിമയാണ് ഗർജനം എന്ന സിനിമ. ഈ ഒരു സിനിമ തമിഴ് മലയാളം കന്നഡ അങ്ങനെ 3 വർഷമായി ഇറക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. തമിഴിലും കന്നഡയിലും രജനീകാന്ത് തന്നെയായിരുന്നു മെയിൻ ക്യാരക്ടർ. എന്നാൽ മലയാളത്തിൽ ജയനെയായിരുന്നു മെയിൻ ക്യാരക്ടറാക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ജയനെ വെച്ച് കുറച്ച് സീനുകൾ ഷൂട്ട് ചെയ്തു. പക്ഷേ ഷൂട്ടിംഗ് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു. ഇതുകൊണ്ട് തന്നെ മലയാളത്തിലും രജനീകാന്തായിരുന്നു അഭിനയിച്ചത്. ഈ ഒരു സിനിമയിൽ ആദ്യം ഷൂട്ട് ചെയ്ത ജയൻ അഭിനയിച്ച സീനുകളും ചില തിയേറ്റേഴ്സിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരു സോങ് സീനായിരുന്നു. രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ വന്നിട്ടില്ലെങ്കിൽ ഒരേ സിനിമയിൽ വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ അമിതാഭ് ബച്ചനും ലാലേട്ടനും തമ്മിലുള്ള പടങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കാം. അമിതാഭ് ബച്ചനും ധനുഷും തമ്മിലൊരു സിനിമയുണ്ട്. ഇതും നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു സിനിമയാണ് ഷമിതാഭ് എന്ന സിനിമ. 2015-ലാണ് പുറത്തിറങ്ങിയത്. ഈ ഒരു സിനിമയിൽ ധനുഷിന് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ധനുഷിന് വേണ്ടി അമിതാഭ് ബച്ചനാണ് ശബ്ദം നൽകുന്നത്. ഇങ്ങനെ പല പ്രോഗ്രാംസിലും ഇവർ പറ്റിക്കുന്നു. അങ്ങനെയുള്ള ഒരു കോമഡി സിനിമയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചാബി ഹൗസ് സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. ഇതിന്റെ സ്റ്റോറിയും ഇങ്ങനെയായിരുന്നു എന്നാണ് ക്രിയേറ്റേഴ്സ് പറയുന്നത്. അതായത് ദിലീപിന് ഒരു മകനുണ്ട്. മകനായി അഭിനയിക്കുന്നത് ദിലീപ് തന്നെയാണ്. അച്ഛനും മകനും ദിലീപ്. മകൻ ദിലീപിന് സംസാരിക്കാൻ കഴിയില്ല. മകൻ ദിലീപിന് ഒരു പാട്ടുകാരനാവണമെന്നാണ് വലിയൊരു ആഗ്രഹം. അങ്ങനെ മകൻ ദിലീപിന് വേണ്ടി അച്ഛൻ ദിലീപ് ശബ്ദം നൽകും. അച്ഛൻ ദിലീപിന് ഓൾറെഡി പാടാൻ അറിയും. ഈ ഒരു സിനിമ പല കാരണങ്ങൾ കൊണ്ട് ഡിലേ ആയി പിന്നീട് ഇറങ്ങിയില്ല. സ്റ്റോറി കേട്ടിട്ട് ഈ ഒരു സിനിമ വേണമായിരുന്നു വേണ്ടയോ എന്ന് ഉറപ്പായി നടക്കാൻ ചെയ്യണം. അടുത്തത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കോംബോയാണ്. അമിതാഭ് ബച്ചനും സ്പൈഡർമാനിലെ നടനായ ടോബി മഗ്യോറും ടൈറ്റാനിക്കിലെ നായകൻ ഡികാപ്രിയോയും നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2013 ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന ഹോളിവുഡ് സിനിമയിൽ അമിതാഭ് ബച്ചൻ ഒരു ഗ്യാങ്സ്റ്ററിന്റെ ക്യാമിയോ ചെയ്തിരുന്നു. അടുത്തത് നിങ്ങൾ കാത്തിരുന്ന നമ്മുടെ ബാലയ്യയും നമ്മുടെ ലാലേട്ടനും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ 94-ലാണ് പുറത്തിറങ്ങിയത്. സിനിമയുടെ പേര് ഗാന്ധീവം എന്നായിരുന്നു. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത് പ്രിയദർശനായിരുന്നു. ബാലയ്യായിരുന്നു നായകൻ. ഈ ഒരു സിനിമയിൽ ഒരു പാട്ട് സീനിൽ ലാലേട്ടന്റെ ക്യാമിയോ. ഇവിടെ ഇടതുവശത്ത് ഡാൻസ് കളിക്കുന്നത് ബാലയ്യ, വലത് ലാലേട്ടൻ. അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ വെച്ച് ടാറ്റ പറഞ്ഞ് ലാലേട്ടൻ പോകും. ഇതായിരുന്നു ആദ്യമായും അവസാനമായും ലാലേട്ടനും ബാലയ്യയും തമ്മിൽ ക്രോസ് ഓവർ ആയ സിനിമ. ബാലയ്യ മാത്രമല്ല വലിയൊരു സൂപ്പർ സ്റ്റാറായ
നാഗാർജുനയുടെ ഫാദറായ ANR സിനിമയിലുണ്ടായിരുന്നു. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഒരുപക്ഷെ നമുക്ക് വീണ്ടും ബാലയ്യയും ലാലേട്ടനെയും കാണാൻ പറ്റും, അതും പുതിയ സിനിമയിൽ. വരാൻ പോകുന്ന ജയിലർ 2 സിനിമയിൽ ഇത്തവണ തെലുങ്കിൽ നിന്നും നോർത്തിൽ നിന്നും സ്റ്റാറുണ്ട്. തെലുങ്കിൽ നിന്ന് കൺഫേം അല്ലെങ്കിലും ബാലയ്യെ പരിഗണിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും നോർത്തിൽ നിന്ന് വലിയൊരു സ്റ്റാറുണ്ട്. നോർത്തിൽ നിന്ന് ജയിലർ 2ലേക്ക് വരാൻ പറ്റിയ ഏറ്റവും മാസ് സ്റ്റാർ ആരാണ്? ഉറപ്പായി നില കമ്പിയാണ്. ജയിലർ 1 സിനിമ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. 600 കോടി കയറി. പക്ഷെ 1000 കോടി വേണമെങ്കിൽ നോർത്തിലും ഹിറ്റ് ആവണം. നോർത്തിനെ പിടിക്കാൻ പറ്റിയ ഒരു സ്റ്റാർ എന്തായാലും വേണം. അടുത്തത് നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടനും രജനീകാന്തും തമ്മിലും ലാലേട്ടനും അമിതാഭ് ബച്ചൻ തമ്മിലും ലാലേട്ടനും ജൂനിയർ NTR തമ്മിലുള്ള പടങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അധികമാരും കാണാത്ത മറ്റൊരു കോംബോയാണ് ലാലേട്ടനും അജയ് ദേവ്ഗൻ. 2002 കമ്പനി എന്ന സിനിമ. അജയ് ദേവ്ഗൻ, ലൂസിഫർ സിനിമയിലെ വില്ലൻ വിവേക് ഒബ്രോയി, നമ്മുടെ ലാലേട്ടൻ, ഇവർ 3 പേരുമായിരുന്നു സിനിമയിലെ മെയിൻ ക്യാരക്ടർ. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. फिल्म लाइन में आपका क्या इंटरेस्ट है? बस അടുത്തത് നമ്മുടെ അക്ഷയ് കുമാർ. അക്ഷയ് കുമാർ നമുക്കറിയാം രജനീകാന്തും തമ്മിൽ അഭിനയിച്ച സിനിമയായിരുന്നു 2.0 സിനിമ. സിനിമ ചെറിയൊരു ഫ്ലോപ്പ് ആണെങ്കിലും തമിഴിലെ തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ്. 500 കോടിക്കടുത്ത് ബഡ്ജറ്റിൽ വന്ന് 800 കോടി കളക്ഷൻ നേടി. ഈ ഒരു റെക്കോർഡ് തകർക്കാനാണ് ജയിലർ 2 സിനിമയിലൂടെ നമ്മുടെ നെൽസണും കൂലി എന്ന സിനിമയിലൂടെ ലോകേഷ് കനകരാജ് നോക്കും. കൂലി എന്ന സിനിമയിൽ നോർത്തിൽ നിന്ന് ആമിർ ഖാനെ കൊണ്ടുവരുന്നുള്ളൂ. എന്തായാലും സിനിമ ഹിറ്റാണെങ്കിൽ മിനിമം 800 അല്ലെങ്കിൽ 1000 കോടി കയറേണ്ടതാണ്. നമുക്ക് കാത്തിരുന്ന് കാണും. അക്ഷയ് കുമാർ റൗഡി റാത്തോർ എന്ന സിനിമയിൽ നമ്മുടെ വിജയണ്ണനുമായി ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ പ്രഭുദേവയുമുണ്ട്. എന്നാൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ക്രോസ് ഓവറാണ് അക്ഷയ് കുമാറും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായ ഹോളിവുഡ് സ്റ്റാറായ സിൽവസ്റ്റർ സ്റ്റലോൺ. 2009 കമ്പത്ത് ഇഷ്ക് എന്ന സിനിമയിൽ സിൽവസ്റ്റർ സ്റ്റലോണെ ക്യാമിയോ റോളിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ വലിയൊരു ബോംബായിരുന്നു. പുറത്തുള്ള ആർക്കും തന്നെ സിൽവസ്റ്റർ സ്റ്റലോൺ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നറിയും. ആ ടൈമിൽ ബോളിവുഡിലെ തന്നെ വലിയ സ്റ്റാർസിനേക്കാൾ സാലറി കൊടുത്തായിരുന്നു സിൽവസ്റ്റർ സ്റ്റലോണെ ക്യാമിയോയിൽ കൊണ്ടുവന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, സ്ക്രിപ്റ്റ് ബോംബായിരുന്നു. അങ്ങനെ പടവും ബോംബായി. I would never be Sylvester. Nobody can. അടുത്തതാണ് ടൈഗർ ഷെറൂഫ്. ടൈഗർ ഷെറൂഫ് നമ്മളാരും ചിന്തിക്കാത്ത ഒരു ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. ടൈഗർ ഷെറൂഫും ഹോളിവുഡിലെ തന്നെ മറ്റൊരു സ്റ്റാറായ നമ്മുടെ വിൽ സ്മിത്ത് 2019 സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ 2 എന്നൊരു സിനിമ ഇറങ്ങി. 2012 സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന സിനിമ വലിയൊരു വിജയം നേടിയിരുന്നു. വരുൺ ധവാന്, സിദ്ധാർത്ഥ് മൽഹോത്ര എല്ലാമായിരുന്നു ഈ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. പിന്നീടാണ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ 2 എന്ന സിനിമ ഇറങ്ങിയത്. 1 പോലെ തന്നെ 2ഉം വലിയൊരു വിജയമാകുമെന്ന് ഡയറക്ടർ പ്രതീക്ഷിച്ചു. എല്ലാരെയും ഒന്ന് ഞെട്ടിക്കാമെന്ന് കരുതി വീടിന്റെ ആധാരം വരെ കൊടുത്താണ് വിൽ സ്മിത്തിനെ ക്യാമിയോ റോളിൽ കൊണ്ടുവന്നു. പക്ഷേ സിനിമയിലെ നായകൻ ടൈഗർ ഷെറൂഫ് ആണെന്നുള്ള കാര്യം ഡയറക്ടർ അങ്ങ് മറന്നു. സിനിമ വളരെ വലിയൊരു ഫ്ലോപ്പായി മാറി. വിൽ സ്മിത്ത് വരെ പേടിച്ചു. ആദ്യമായിട്ടാണ് വിൽ സ്മിത്തിന്റെ പടം ആരും അറിയാതെ പോകുന്നത്. யாரா நீங்களா? என்னடா பண்ணிட்டு இருக்கீங்க?